സുരേഷ് ഗോപി ഈ ഒരു അവസരത്തിൽ വയനാട് ദുരന്ത മുഖമാകുന്നൊരു കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സഹായ ഹസ്തവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പൂർണ്ണ പിന്തുണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപയടക്കം സഹായം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കൂടുതൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കളക്ടർ തന്ന വിവരങ്ങളുടെ ഒക്കെ അതൊരു എക്സാക്ട് ഗ്രൗണ്ട് റിയാലിറ്റി ആണോ എന്ന് ഇനിയും നമുക്ക് അസസ് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അങ്ങോട്ടേക്ക് എത്താനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അവിടുത്തെ പ്രദേശവാസികളും രക്ഷയ്ക്കായി എത്തുന്ന വിവിധ തരം എക്വിപ്ഡ് ആയിട്ടുള്ള ടീംസും അങ്ങോട്ട് എത്താൻ വേണ്ടി ഈ തകർന്നുപോയ പാലം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി അവിടെ അവൈലബിൾ ആയിട്ടുള്ള തടി കഷ്ണങ്ങളായാലും ഇരുമ്പ് കഷ്ണങ്ങളായാലും അത് വെച്ചൊക്കെ ചെറിയ പാലങ്ങൾ ഉണ്ടാക്കി പാറകളുടെ മുകളിലൂടെ വളരെ സാഹസികമായി കടന്നു ചെന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു സംഘം ഇപ്പുറത്തും അപ്പുറത്ത് അവിടെ ഉണ്ടായിരുന്ന വലിയ അപായത്തിലൊന്നും പെടാത്ത ഒരു വലിയ വിഭാഗം എന്ന് പറഞ്ഞാൽ അവിടുത്തെ 500 കുടുംബങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായി തട്ടിച്ചു നോക്കിയാൽ ഒരു ചെറിയ സംഘം ചെളിയിലും മണ്ണിലും കല്ലിനടിയിലും പെട്ടിരിക്കുന്ന ഒരു പരിധിവരെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയിക്കുന്നത്. ഇതൊന്നും നമ്മൾ നേരിട്ട് കണ്ടതല്ല. അവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ച് പറയാൻ സാധിക്കുന്നതാണ്. എല്ലാ വിവരങ്ങളും പ്രധാനമന്ത്രി അറിയിച്ചു. അദ്ദേഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ട് 8 മണിക്ക് എന്നോട് സംസാരിക്കും എന്നാണ് പറഞ്ഞത്. ഇതിനോടകം സംസാരിച്ചു കഴിഞ്ഞു എന്നറിയുന്നതിൽ വലിയ ആശ്വാസമുണ്ട്. കേന്ദ്ര ആർമി ആയാലും വായുസേനയായാലും അങ്ങോട്ട് എത്തുന്നതിന് ക്ലൈമറ്റ് വലിയ ദുർഘടം പിടിച്ച അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് അതൊക്കെ പ്രോപ്പറൊക്കെ എത്തി ഓപ്പറേഷൻസിലേക്ക് കടക്കാൻ സാധിക്കുന്നത് തന്നെയാണ് വിചാരിക്കുന്നത്. NDRFന്റെ ശക്തമായ ഒരു സാന്നിധ്യം അവിടെ ഉടനെ ഉണ്ടാവും. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറിയും വയനാട് ജില്ലാ കളക്ടറും ഒക്കെ ഇത് മാത്രം ഫോക്കസിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഏകീകരണം, ഏകോപനം എല്ലാമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. വളരെയധികം നന്ദി ശ്രീ സുരേഷ് ഗോപി ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്.